പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്ന് അതിഥിയായെത്തുന്നത് അഭിനേത്രി സൂര്യ എസ് കുറുപ്പ്. സ്റ്റുഡിയോയിലൊപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് സിനിമകളിലൂടെ, നാടകങ്ങളിലൂടെ, ഇപ്പോൾ വെബ് സീരീസിലൂടെയും നമുക്ക് പരിചിതയായ സൂര്യ എസ് കുറുപ്പാണ് നമ്മുടെ അതിഥി. സൂര്യയോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് കേരള ക്രൈം ഫയൽസ് ആണ്. ഇപ്പോൾ വെബ് പ്ലാറ്റ്ഫോമിൽ വന്നതിൽ പിന്നെ ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയ ഒരു സീരീസാണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട റോളാണ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു ക്യാരക്ടർ, ഒരു കള്ളൻ്റെ ഭാര്യയും ഒരു പോലീസുകാരൻ്റെ എക്സ് ഭാര്യയുമാണ്. ഒരു വല്ലാത്ത കോമ്പിനേഷനൊക്കെ ഉള്ളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതൊരു മോശമാണ് എന്നൊരു ചിന്തയൊന്നും അയാൾക്കില്ല. അയാളുടെ ജീവിതത്തിൽ അത് അയാളുടെ ശരിയാണ്. അത്തരത്തിൽ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും നൈർമല്യമുള്ള ഒരു നിഷ്കളങ്ക ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇതെങ്ങനെയായിരിക്കും പറഞ്ഞു തന്നപ്പോൾ കേട്ടിട്ടുണ്ടാവുക എന്ന് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഥാപാത്രത്തെക്കുറിച്ച് ഓഡിഷനിൽ കൂടിയാണ് സെലക്ഷൻ ആയത്. ഓഡിഷൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഓഡിഷന് വേണ്ടിയിട്ട് അഹമ്മദ് ഖബീറിനെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കള്ളൻ്റെ ഭാര്യയും പോലീസുകാരൻ്റെ എക്സ് വൈഫുമാണ്. അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും വലിയൊരു കാര്യമല്ല. അതുപോലെ ബോൾഡാണ് അവർ. അതുപോലെ ഞാൻ ഓഡിഷനിൽ പങ്കെടുത്തപ്പോഴും ആ ഒരു രീതിയിൽ ആണ് അവർ എന്നോട് പറഞ്ഞ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞത്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ആൾക്കാരെ വിളിച്ചിട്ട് ആ ഡയലോഗുകൾ നമ്മളോടിങ്ങനെ തിരിച്ചു പറയുമ്പോഴാണ് വളരെ സന്തോഷം തോന്നുന്നത്. കാരണം ആ ഡയലോഗുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ ഒരു വളരെ നിഷ്കളങ്കയാണ്. അതുപോലെ തന്നെയാണ് ബോൾഡാണ്. അവർക്ക് അമ്പിളി എന്ന കഥാപാത്രത്തോട് വല്ലാത്ത ആത്മാർത്ഥതയും വിധേയത്വവും ഒക്കെയാണ്. കാരണം അവര് അയാളുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. അത് നല്ല അഭിപ്രായങ്ങൾ നേടുന്നുണ്ട്. ഒരു പോലീസുകാരൻ്റെ തിരോധാനം അന്വേഷിച്ച് ചെല്ലുന്നത്, മുൻ ഭാര്യയെ അന്വേഷിച്ച് ചെല്ലുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കള്ളൻ്റെ ഭാര്യയാണ് എന്നറിയുന്നത് പോലീസുകാർക്കും കണ്ടിരിക്കുന്നവർക്കും എല്ലാം പെട്ടെന്ന് നമുക്കൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഈ ചന്ദ്രി ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്ത് എന്ന് തനി നെടുമങ്ങാട് ഭാഷയിൽ. എന്നിട്ട് ഞാൻ ആ കഥാസന്ദർഭം വെളിവാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ ഡയലോഗ് പൂർണ്ണമായി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യുന്നൊരു കഥാപാത്രം കൂടിയാണ്. അതിൻ്റെ ഷൂട്ടിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ എന്ന് പറയാമോ? ഷൂട്ടിൻ്റെ കാര്യത്തിൽ അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഭർത്താവും എക്സ് ഭർത്താവും ഹരിശ്രീ അശോകൻ സാറും ഇന്ദ്രൻ സാറുമാണെന്ന് ഞാൻ അറിഞ്ഞത്. രാത്രിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ആദ്യത്തെ ആ വീട്ടിലെ ഷോട്ടുകൾ എടുക്കുന്നത് പകലാണ്. അപ്പോൾ ഷൂട്ട് എടുത്തോണ്ടിരുന്നപ്പോൾ അഹമ്മദ് ഖബീർ വളരെ കൂടുതൽ ടേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഉള്ളിലൊരു ടെൻഷനുണ്ട്. കാരണം ശരിയാവാത്തോണ്ടാണോ, പുതിയതായിട്ട് വന്നൊരാളാണ്, അപ്പം അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഷൂട്ടിലാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ്. ഒരുപാട് ഷോട്ടുകൾ എടുപ്പിക്കും. പിന്നെ കൂട്ടത്തിലുള്ളത് ഓൾറെഡി അഭിനയിച്ച് തഴക്കവും വഴക്കവും വന്നിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതേപോലെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് ലാൽസാന്റെ കൂട്ടത്തിലും. അദ്ദേഹം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ഇതാണ്. വളരെ ദീർഘകാലം എടുത്ത ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മെയ്യിലാണ് ഇതിന്റെ ഡബ്ബിംഗ് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കാത്തിരുന്നിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ അത്തരത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഓൾറെഡി ഫസ്റ്റ് സീസൺ വളരെ വിജയകരമായിട്ട് പോയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് റിലീസാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു കഥാപാത്രം നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് പുറത്തു വന്നാലും വളരെ മോശമാക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ആയിത്തീരുകയും ചെയ്തു. അതിൽ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മുതൽ അഭിനന്ദന പ്രവാഹമാണ് എന്നാണ് പറയുന്നത്. അത് വളരെ സന്തോഷം. നമ്മൾ ചെയ്തൊരു വർക്ക് നന്നായി എന്നറിയുന്നത്. അതെ. അപ്പോൾ എന്നാലും ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?
ഇതെനിക്ക് ആകാശവാണിയായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളൊരു പാട്ടാണ്. ഞാനൊരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആകാശവാണി കൂടി കേട്ടിട്ടുള്ള പാട്ടാണ്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കുക എന്നുള്ളത്. ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കുക, ജീവിതം മൊത്തം പറഞ്ഞിരിക്കുക. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അത് വച്ചിരിക്കുകയാണ്. അന്ന് അതിന്റെ അർത്ഥം വലുതായിട്ടൊന്നും അറിയില്ല, ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അപ്പൊ ഞാൻ പോണ വഴിയിലെല്ലാം ഇത് പാടിക്കൊണ്ട് നടക്കും. അപ്പൊ ആ പാട്ട് അദ്ദേഹം അത് ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ IFFK എന്ന് പറയുന്നത് ഒരു ഡബിൾ ബോണസ് ആയിരുന്നു സൂര്യക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ IFFKയിൽ 2 ചിത്രങ്ങൾ, അതും വളരെ പ്രേക്ഷക പ്രശംസ നേടിയ 2 ചിത്രങ്ങൾ, പാത്ത്, മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ എന്നുള്ള 2 ചിത്രങ്ങൾ. ആ പേര്, നീണ്ട പേര് പോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ആഖ്യാന രീതിയും കഥയും ഒക്കെ ആയിരുന്ന ഒരു സംഭവമായിരുന്നല്ലോ. ഈ 2 ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് 2 ചിത്രങ്ങൾ IFFKയിലേക്ക് തിരഞ്ഞെടുത്തു എന്നറിയുമ്പോൾ എന്ത് തോന്നി? അതും വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ 2019 പേരൂർക്കട തമ്പെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാടകം തിയേറ്റർ പഠിക്കാനായിട്ട് ചേർന്നതാണ്. എന്നിട്ട് 2023 വരെ അവിടെ ആയിരുന്നു. അപ്പോൾ ഈ 2023 ഒരു നവംബറിലൊക്കെയാണ് ഡോക്ടർ അഭിലാഷ് ബാബു മായുന്നു മാറി വരയുന്ന നിശ്വാസങ്ങളിൽ നിന്ന് സിനിമ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് 2024 ജിതിൻ ഐസക് തോമസ് പാത്ത് ചെയ്തത്. അതിൽ എന്നെ കാസ്റ്റ് ചെയ്തത് പ്രതാപേട്ട്, നമ്മളുടെ മിന്നൽ മുരളിയിലെ ചായക്കടക്കാരൻ. അപ്പോൾ മായുന്നു മാറി വരയുന്ന നിശ്വാസങ്ങളിൽ എന്നുള്ളൊരു സിനിമയുടെ ആ ഒരു പ്രോസസ്സേ വളരെ വ്യത്യസ്തമായിരുന്നു. 3 ദിവസം നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. 4 പ്രധാന കഥാപാത്രങ്ങളാണ്, 2 പാർട്ട്നേഴ്സ്, അതില് അവരുടെ മക്കൾ, അവരുടെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള 2 മക്കൾ, അവർ തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഡയലോഗുകൾ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഈ 3 ദിവസത്തെ ആ വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. എന്ന് വെച്ചാൽ അച്ഛൻ മകൻ, മകൾ അമ്മ, പാർട്ട്നേഴ്സ്, ആ ഒരു രീതിയിലായിരുന്നു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഷൂട്ട് ഒറ്റ സ്ട്രെച്ചിലാണ് തീർത്തത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ എന്ത് പറയും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്ര രീതിയിൽ നമ്മൾ ആ ഒരു ഉണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ മായുന്നു മാറി വരുന്ന നിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പുരോഗമനം എന്ന് പറയുന്ന ആൾക്കാരുടെ മുഖമടച്ചുള്ള ഒരു അടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പുരോഗമനം എന്ന് പറയുന്നത് എൻ്റെ പടിവാതിൽക്കൽ വരെ, അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് സോൺ വരെ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മലയാളി സംഭവത്തിനെ വളരെ നിശിതമായി വിമർശിക്കുന്നൊരു സിനിമ കൂടിയായിരുന്നല്ലോ അത്. ഓഡിഷന് നമ്മളെ വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ആ ഒരു രീതിയിൽ അറിവുള്ളവർ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്നെ അഭിലാഷ് ബാബുവിനെ സജസ്റ്റ് ചെയ്തത് അനിൽ EP എന്നുള്ളൊരു ആളായിരുന്നു. ആ ഒരു സിനിമ നമ്മളുടെ ജീവിതമായിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള അറിവുകളുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ ഈ 4 കഥാപാത്രങ്ങളും ഈ സംഭവങ്ങളെ 4 രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ വളരെ പ്രോഗ്രസീവായിട്ടുള്ള സംസാരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത നിമിഷം അത് മാറ്റി പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഒന്നും ഒരു നളിനി ആവേശത്തോടെ സംസാരിക്കുമ്പോഴത്തേക്ക് ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ആൾ ഇടക്കേറി സംസാരിക്കുന്നത്, നളിനി ബഗ്ഗിയാണ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ നളിനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നു. ഇത് മാത്രമല്ല, മാധ്യമത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു വോയറുടെ രീതിയിലേക്ക് മാറിപ്പോകുന്നതും എവിടെ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിനൊക്കെ വളരെ നിശിതമായി തന്നെ വിമർശിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ്, ഒരു ബേസിക് സ്ക്രിപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന വായനയും അറിവും എല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എന്നോട് പറഞ്ഞത് നളിനി എന്നുള്ളൊരു കഥാപാത്രമാണ്. അവർ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു, ഇപ്പോൾ അവർ വേറൊരു പാർട്ട്ണറുടെ കൂട്ടത്തിലാണ്, അവരുടെ മകളുണ്ട്, അത് ആ പാർട്ട്ണറുടെ മകനുമായിട്ട് റിലേഷനിലാണ്. അപ്പോൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് നളിനി ഒരു ഒളിച്ചോട്ടം നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ കഥ പറയുമ്പോൾ അത് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി പറഞ്ഞു. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അത്ര ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അവർ ആ ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അത് പറയുമ്പോൾ അവരെത്രമാത്രം എക്സൈറ്റഡ് ആവും, എന്തായിരിക്കും അവരുടെ ഫീലിങ്സ്, അതെങ്ങനെ അവർ പുറത്ത് കാണിക്കും എന്നുള്ളതൊക്കെ ഞാൻ അറിയാൻ ശ്രമിച്ചു. എന്നിട്ടാണ് ഞാനത് എക്സിക്യൂട്ട് ചെയ്തത്. അങ്ങനെ ഫുള്ളി സ്ക്രിപ്റ്റഡ് അല്ലാത്തൊരു സിനിമയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന, പക്ഷേ നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇനി 2ാമത്തെ സിനിമയായ പാത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേട്ടു?
ഏതോ ജന്മകൽപ്പനയിൽ. പാളങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണമാണ്, മണിജയറാമാണ് പാടിയിരിക്കുന്നത്. ഗംഭീര ഏതോ ജന്മ കൽപ്പനയിൽ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ സംസാരിച്ചുകൊണ്ടിരുന്നത് IFKയിൽ ശ്രദ്ധേയമായ 2 ചിത്രങ്ങളെക്കുറിച്ചാണ്. മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ എന്നുള്ള ആദ്യത്തെ സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തൊരു സിനിമ പാട്ട്, അത് ഞാൻ എപ്പോഴും അതിൻ്റെ സ്പെല്ലിംഗ് കാണുമ്പോൾ ഇതെങ്ങനെ വായിക്കണം എന്നെനിക്ക്, ഇത് പാട്ട് എന്ന് വായിക്കണോ അതോ പാത്ത് എന്ന് വായിക്കണോ എന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. ശരിക്കും അതെന്താണ്? എനിക്ക് തോന്നുന്നു 2 രീതിയിലും വായിക്കാൻ തോന്നുന്നു. അത് പാട്ടിലേക്കുള്ള പാത്താണ്, ഒരു പാട്ടിന്റെ വഴി തേടി പോകുന്നതാണല്ലോ. അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു രസകരമായിട്ടുള്ളൊരു പ്രതികരണവുമായിട്ട് വരുന്ന ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പേരില്ലാന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിന്, അല്ലേ? പേര് നേരിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് ലാസ്റ്റ് എഴുതി കാണിക്കുന്നു ശകുന്തള എന്നാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശകുന്തളയെ കുറിച്ച് പാത്തിലേക്ക് ഞാൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രതാപൻ KS, അദ്ദേഹത്തിലൂടെയാണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ എന്നോട് ഡയലോഗ് തന്നു. ഡയലോഗ് തന്നിട്ട് അതൊന്ന് ഒരു തിരുവനന്തപുരം രീതിയിൽ അഭിനയിച്ച് വീഡിയോ ആയിട്ട് അയക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. ഈ പാട്ട് ആ സമയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്തത് ഈ പാട്ടുണ്ടല്ലോ, വിനായകനെ വിനയ തീർപ്പവനെ, ആ ഒരു പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, ചെല്ലാൻ പറഞ്ഞു. ഈ ക്രൈം ഫയലിൻ്റെ ഓഡിയോ ഡബ്ബിങ്ങിൻ്റെ സമയത്തായിരുന്നു. അപ്പം ഞാൻ ക്രൈം ഫയലിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഇതിൻ്റെ ഷൂട്ടായിരുന്നു. ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ ഷൂട്ട്. വളരെ മിനിമലായിട്ടുള്ള നമ്മൾ സാധാരണ ക്യാമറ ഉപയോഗിച്ച് ഒരു സ്ഥലത്തിരുത്തി ചെയ്തതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ പാട്ട് കിട്ടിയത്. സത്യത്തിൽ ഞാനത് വളരെ ടെൻഷനായി. കാരണം നമ്മൾ സാധാരണ ഒരു പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടല്ല. പഠിക്കാനും അത് പ്രയാസമായിരുന്നു. ഞാൻ പിന്നെ അത് പഠിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഋതമുണ്ട്, ആ ഒരു രീതി വച്ച് ഞാൻ ആ ഒരു പാട്ട് പഠിച്ചതാണ്. അതും നല്ല രീതിയിൽ അത് റിലീസായിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങൾ, ഈ പറഞ്ഞ IFKയിൽ ശ്രദ്ധിക്കപ്പെട്ട 2 ചിത്രങ്ങളും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലാണ് ഉള്ളത്. ഒന്ന് ക്രൗഡ് ഫണ്ടഡ് ആണ്, മിനിമം ബഡ്ജറ്റിൽ ചെയ്തവരാണ്, സ്ക്രിപ്റ്റും മിനിമലാണ്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിൽ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകൾ കൂടുതൽ വർക്ക് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈം ഫയലാകുമ്പോൾ ഏതാണ്ട് സ്ക്രിപ്റ്റ് എല്ലാം മുഴുവനും ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഏത് രീതിയിലാണ് കംഫർട്ടബിളായി തോന്നുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ 2 രീതിയിലുള്ള സിനിമകൾ ചെയ്യുമ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്, ഒരു ആക്ടറിൻ്റെ ജോലിയാണ്. അതിൽ ഒരു പരിധിവരെ നമുക്ക് ആർക്കായാലും കഥാപാത്രം ഇന്നതാണ് എന്ന് പറഞ്ഞു, ബാക്കി നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന തോട്ടുകളും എക്സ്പീരിയൻസുകളും ഒക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ സിനിമയിൽ നമ്മളുടെ മായുന്നു മാറി വരയുന്നു നിശ്വാസം അതിൽ നേരിട്ടിറങ്ങണം. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തേ ഉള്ളൂ. എന്തായാലും 2ലും പ്രവർത്തിക്കുന്നത് എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അനുഭവം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? നമ്മളുടെ ഒരു കൗമാര സമയത്തൊക്കെ നമ്മളുടെ ഒരു മനസ്സിലുള്ളൊരു സങ്കല്പമാണ് ഗന്ധർവ സങ്കല്പം. അതുപോലെ പത്മരാജൻ സാറിൻ്റെ ഏറ്റവും മികച്ചൊരു സൃഷ്ടി എന്ന് പറയുന്നത് ഞാൻ ഗന്ധർവൻ്റെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. സയാന സാനുവിലോ മേഘമായി ജോൺസൺ മാഷിന്റെ പാട്ടാണ്. നമ്മുടെ കൈതപ്രത്തിന്റെ വരികളാണ് യേശുദാസ് പാടിയിരിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് സൂര്യ. റീസെന്റ് ആയിട്ട് ഒരു നാടകം ചെയ്യുകയുണ്ടായി, ഒരു ടെർമിനൽ പ്രണയകഥ. ടെർമിനൽ പ്രണയകഥയെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നാടകത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ടെർമിനൽ പ്രണയകഥ അനീഷ് ബാബുരാജ് ആണ് സംവിധാനം ചെയ്യുന്നത്. SR ലാൽ സാറിന്റെ കോട്ടയം കഥകൾ എന്നതിന്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരമാണ്. അതിൽ അനീഷ് ബാബുരാജ് കൂടുതൽ കഥാപാത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ ചേർത്ത കഥാപാത്രങ്ങൾ SR ലാലിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ കരകുളത്തെ ആപ്റ്റ് എന്ന് പറയുന്നൊരു നാടക ഗ്രൂപ്പുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള. അതിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ നാടകമാണ് ടെർമിനൽ പ്രണയകഥ എന്ന് പറയുന്നത്. അതിൽ ഞാനൊരു സെക്സ് വർക്കറാണ്. സെക്സ് വർക്കറാണെങ്കിൽ കൂടിയും അവരുടെ ഉള്ളിൽ വല്ലാതെ പ്രണയവും പ്രണയനഷ്ടവും ഒക്കെയുള്ളൊരു കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രം നമ്മൾ ഒന്നാമത് സ്റ്റേജിലും കൂടി നിന്ന് ചെയ്യുമ്പോഴേ അത്രയും നമ്മൾ ഉൾക്കൊണ്ട് പലപ്പോഴും റിഹേഴ്സൽ സമയത്തൊക്കെ ഞാനിങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ വേഗം പോയി നിന്ന് കരയാറുണ്ട്. കാരണം
ആ ഒരു കഥാപാത്രം അങ്ങനെയുള്ള ഒരു ഇതാണ്. നമ്മളത് ഭയങ്കരമായിട്ട് നമ്മൾ ചില ടാഗുകൾക്ക് ചില കാര്യങ്ങൾ അങ്ങ് നിഷേധിക്കുക. അതുപോലെ ഒരു സെക്സ് വർക്കർക്ക് പ്രണയം എന്ന് പറയുന്നത് അങ്ങ് നിഷേധിച്ചിരിക്കുന്ന ഒരു സംഭവത്തിലാണ് നമുക്ക്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടൊരു കാര്യത്തിൽ ചെയ്ത് കഴിഞ്ഞ് അതും സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞ് നിന്ന് അവിടെ നിന്ന് കരച്ചിൽ വരുന്നത് സ്വാഭാവികം മാത്രമാണ്. തിയേറ്ററിലേക്കുള്ള ഒരു താല്പര്യവും അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ ഒന്ന് പറയാമോ? തിയേറ്ററിൽ അഭിനയം എന്നുള്ളതിനെക്കുറിച്ച് ഒരു താല്പര്യം വന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും വന്നതല്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ എന്നെ സംസ്കൃതം പഠിപ്പിച്ച ടീച്ചർ ചന്ദ്രികാദേവി ടീച്ചർ എന്നെ സംസ്കൃത നാടകത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ജില്ലാതലത്തിലേക്ക് പോയി സമ്മാനമൊക്കെ നേടിയായിരുന്നു. പക്ഷെ പിറ്റേ വർഷമായപ്പോൾ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സംസ്കൃതോത്സവത്തിൽ പങ്കെടുക്കാവൂ എന്നുള്ളൊരു നിയമം വന്നു. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസ്കൃതത്തിൽ ചേർന്നു. നമുക്ക് 8-ലോ 9-ലോ വെച്ച് സ്റ്റേറ്റ് സെക്കൻഡ് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ടുള്ളൊരു കണക്ഷൻ അങ്ങ് പോയി. കോളേജിലൊക്കെ ആയി, വിവാഹം കഴിഞ്ഞു, കേരളം വിട്ട് കുറച്ച് നാൾ ഉണ്ടായിരുന്നു, മകളായി. തിരിച്ചു വന്നിട്ട് മകളൊക്കെ ഒരു ഇതായി കഴിഞ്ഞപ്പോൾ 2019 നമ്മുടെ കോവിഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പേരൂർക്കട തമ്പ് എന്ന് പറയുന്ന അക്കാഡമിയിലേക്ക് ചേർന്നു. റെഗുലർ സ്റ്റുഡൻ്റായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഓഡിഷനിലേക്കും ഒക്കെ പങ്കെടുത്തത്. ആദ്യത്തെ ഓഡിഷൻ എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ്യൽ ഫിലിമിലേക്കുള്ളത് LJ കദമ്മ. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതിനകത്ത് ഉർവശി അവരുടെ പ്രൊഡക്ഷനിൽ തന്നെയുള്ള ആദ്യത്തെ സിനിമയാണ്. അവരുടെ ഹസ്ബൻഡാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകയായിട്ടാണ്. അതിന്റെ പോസ്റ്ററിൽ തന്നെ ഒരു വായിലോട്ട് വാരി വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കേട്ടിട്ടുണ്ട്. അതിന്റെ ഓഡിഷനിൽ പങ്കെടുത്തത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിപ്പിക്കുന്ന ശ്യാംരാജി പറഞ്ഞിട്ടാണ് അതിന്റെ ഓഡിഷന് പങ്കെടുത്തത്. ഓഡിഷന് നടത്തിയത് രാജേഷ് നാരായൺ എന്ന് പറയുന്നൊരു കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ഓഡിഷന് പങ്കെടുക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. സത്യത്തിൽ ബാക്കി എല്ലാ ഓഡിഷനും എനിക്ക് പങ്കെടുക്കാനുള്ളൊരു ധൈര്യം അവിടെ നിന്നാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വിളിച്ചു, സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. രാജേഷ് നാരായണനാണ് കണ്ടക്ട് ചെയ്തത്. അതിൽ നിന്നും പിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ അറിവായ കാലം മുതൽ നമ്മൾ സ്ക്രീനിൽ കണ്ട് പരിചയപ്പെട്ട ഒരു ലെജൻഡായിട്ടുള്ളൊരു ആളാണ്. മാഡത്തിൻ്റെ തങ്കത്തോണി എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ് ഞാൻ കൂടുതൽ ഇനാക്ട് ചെയ്ത് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് പങ്കെടുക്കാൻ, അതെല്ലാം ഒരു 3-ാമത്തെ ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഇത് ഇന്നയാളുടെ സിനിമയാണ് എന്നുള്ളത്. ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പറ്റിയതും ആ ഒരു ആദ്യത്തെ ഒരു ഇതിൽ തന്നെ ഒരു പോസ്റ്ററിൽ വരിക എന്ന് പറഞ്ഞതും വളരെ വല്ലാത്ത സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും ഈ സിനിമകളിലെല്ലാം സൂര്യ പങ്കെടുത്ത എല്ലാ സിനിമകളിലും ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് എത്രമാത്രം ഒരു ആക്ടറിന് പ്രധാനമാണ്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാക്റ്റ് ഇപ്പോൾ നമുക്ക് നാടകത്തിനെ പോലെ റിഹേഴ്സൽ ചെയ്യിപ്പിക്കുകയല്ല, മറിച്ച് നമ്മളെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയും ഒക്കെ നമ്മൾ അതിലേക്ക് എത്തിക്കുകയാണ്. അത് ഒരു ആക്ടറെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ഫ്രഷായിട്ട് ചെന്നൊരു ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് അഭിനയിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു വർക്ക്ഷോപ്പുകളിലൂടെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ആർക്കും എന്നെ കുറിച്ചൊരു ധാരണയോട് കൂടിയാണ് നമ്മൾ ക്യാമറ ഫേസ് ചെയ്യാന്ന് പറയുന്നത്. അതെല്ലാം ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന ആളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത് പ്രധാനമായിട്ടും നമ്മളുടെ ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും, കാരണം ഇത് രണ്ടും ഒരേപോലെ നന്നായിട്ട് മൈൻഡും ഒക്കെ ആയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ പണി പാളിപ്പോവും. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിന്റെ ഒപ്പം തന്നെ മനസ്സും അതിനകത്ത് നിർത്തി കൊണ്ടുപോവുക, ക്യാരക്ടറിന്റെ മനസ്സിനോടൊപ്പം സഞ്ചരിച്ചു പോവുക എന്നൊക്കെ പറയുന്ന ഒരുപാട്. പക്ഷെ നമ്മള് ആ ഒരു സ്പേസിലും കുറിച്ചുമൊക്കെ അവെയർ ആയിരിക്കുകയും വേണം അതോടൊപ്പം. ഇനി വരാനിരിക്കുന്ന ഒരു സിനിമ കീമാൻ, അതെ, അതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതും നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത വേഷത്തിലൊക്കെ ഉള്ള ഒരു പോസ്റ്ററാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാവുന്നത്രയും പറയാമോ? അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യമായിട്ടായിരിക്കും. നമുക്ക് ചില സിനിമകളിലൊക്കെ കുറച്ചൊരു അതിൻ്റെ ഒരു ക്യാരക്ടർ പോലെ കുറച്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരു കീമാൻ്റെ ഫുൾ സ്റ്റോറി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ആ ഒരു ഇത്. അതും ലേഡി കീമാൻ എന്നുള്ളത്. കാരണം ഇപ്പോഴും കീമാൻ ആ ഒരു രീതിയിലാണ്. പിന്നെ അതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് അതെ, സിനിമ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
കീമാൻ അല്ലാതെ അടുത്തെന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ അഭിലാഷ് ബാബുവിൻ്റെ തന്നെ ഇപ്പോൾ കൃഷ്ണാഷ്ടമി ആ ഒരു സിനിമ, ജീവബി സാറാണ് അതിൽ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നാടകങ്ങളിലും ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ ഷൂട്ട് ചിറയൻകീഴ് വെച്ചും പൂവാറ് വെച്ചുമായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 ദിവസം കൊണ്ടാണ് ആ ഷൂട്ട് പൂർത്തിയായിട്ടുള്ളത്, എല്ലാ കഥാപാത്രങ്ങളുടെയും. അപ്പോൾ ആ സന്തോഷം നമുക്കൊരു പാട്ട് കേട്ടാലോ? ശാലിനി എൻ്റെ കൂട്ടുകാരിയിൽ ഹിമശൈല സൈകത ഭൂവിൽ നിന്ന് ഒരു പ്രണയപ്രവാഹമായി വന്നു. എല്ലാ കാലത്തെയും മലയാളത്തിലെ മികച്ച പാട്ടുകൾ, പ്രണയഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10 ഒരെണ്ണം എന്തായാലും ആര് തിരഞ്ഞെടുത്താലും ഉണ്ടാവും തോന്നുന്നു. നമുക്ക് ആ പാട്ട് കേൾക്കാം. എം ഡി രാജേന്ദ്രൻ്റെതാണ് വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. കേൾക്കാം. നമുക്കുള്ള സമയം ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ലൈഫ് പാർട്ണർ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രഭാഷണങ്ങളെയും ഡയലോഗുകളെയും ചർച്ചകളെയും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആളാണ്. പരിചയപ്പെടുത്തൂ വീട്ടിലുള്ളവരെയൊക്കെ. പാർട്ണർ ബിജു മോഹൻ, മകളുണ്ട് നികിത, 9ാം ക്ലാസ്സിൽ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. നിങ്ങൾ അമ്മയും മോളും കൂടി എങ്ങാണ്ട് ഒരു ഇതിൽ അഭിനയിച്ചില്ലേ? അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതെ, നമ്മുടെ ആവാസവ്യൂഹം ചെയ്തിട്ടുള്ള കൃഷ്ണൻ സാറിൻ്റെയാണ്. വെബ് സീരീസാണ് സംഭവ വിവരണം 4 സംഘം എന്നുള്ള. അത് ഒരു 2000 വരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ കഥയാണ്. ഒരുപാട് ആർട്ടിസ്റ്റും വലിയൊരു പ്രോജക്റ്റാണത്. അതിൽ മകളും ഞാനും ഒരുമിച്ചല്ല അഭിനയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു നിഖിത ആ അനുഭവത്തെക്കുറിച്ച്? മകള് വളരെ എക്സൈറ്റഡ് ആണ്. അവളും നാടകങ്ങൾ ചെയ്യുന്നുണ്ട് സമ്മർ ക്യാമ്പുകളിൽ. അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രൊഡക്ഷനിൽ അവർ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്കും ആക്ടിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അയാളും ഒരു മികച്ച നടിയായി വളർന്നു വരട്ടെ. നമ്മൾ ഇവിടെ ഇരുന്ന് സൂര്യയോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചില ബന്ധത്തെക്കുറിച്ചും, ആകാശവാണി മാത്രമല്ല ചില ദൂരദർശൻ ബന്ധങ്ങളും ഉണ്ടല്ലോ, ഒന്ന് പറയൂ. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി തുടങ്ങിയത് എന്ന് പറയുന്നത് ആകാശവാണിയിൽ നിന്നാണ്. ഓഡിഷനിൽ പങ്കെടുത്ത് സെലക്ഷനായി. പിന്നെ ഇവിടുത്തെ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം അനൗൺസറായിട്ട് ഒരു 2002 മുതൽ 2005 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അല്ലാതെ സന്തോഷമുള്ളൊരു അനുഭവമാണ്. കാരണം അതേ സ്ഥലത്ത് ഞാൻ അതേ ഇഷ്ടഗാനങ്ങളുമായിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ 2019 മുതൽ ദൂരദർശനിലെ പ്രോഗ്രാം ആങ്കറായിട്ട് സാമൂഹ്യ പാഠം എന്ന് പറയുന്ന ഒരു ലൈവ് പ്രോഗ്രാം ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊരു ഈ ഷൂട്ടിൻ്റെ ഒരു ഇതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീക്വൻസി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ഈ യാത്രയിൽ ഗംഭീരമായിട്ടുള്ള സിനിമകൾ വരട്ടെ, വെബ് സീരീസുകൾ വരട്ടെ, കൂടാതെ നല്ല നാടകങ്ങളും വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. അഭിനേത്രി സൂര്യ എസ് കുറുപ്പ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം മനീഷ് MP, നിർവഹണ സഹായം വിഷ്ണു മോഹൻ വെള്ളനാട്.